ഒരുപാട് ഡള്ളായ ഹൈപ്പർ പിഗ്മെന്റേഷനും ഹെയർ ഗ്രോത്തും നന്നായുള്ള ടാൻഡ് ആയ ഒരു സ്കിന്നിൽ നിന്നും ഇപ്പോഴത്തെ സ്കിന്നിൽ ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്കും എന്നെ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ സ്കിന്ന് ഇംപ്രൂവ് ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. PCOD ഉള്ള ആൾക്കാർക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ സ്കിന്ന് ഡൾ ആവും. ഡയഗ്നോസ് ചെയ്ത PCOD ഉള്ള ഒരാളെന്ന നിലയിൽ ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഷുഗർ ഞാൻ എന്റെ ഡയറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി. ഷുഗർ ഒഴിവാക്കിയപ്പോൾ തന്നെ എന്റെ സ്കിന്നിന്റെ ടെക്സ്ചർ മാറാൻ തുടങ്ങി. നമ്മൾ ഏറ്റവും ബെറ്റർ വേർഷനിൽ ഇരിക്കുകയാണ് വേണ്ടതെന്നാണല്ലോ ആലോചിക്കുക. അപ്പോഴാണ് ഞാൻ മെല്ലെ എനിക്കൊരു സ്കിൻ കെയർ വേണം എന്ന് തോന്നിയിട്ട് ഞാൻ ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. PCOD ക്യൂർ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത 2 പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ സപ്ലിമെന്റും അതോടൊപ്പം തന്നെ സൺസ്ക്രീനുമാണ്. അപ്പോൾ ഈ 2 പ്രൊഡക്ട്സ് ആക്ച്വലി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ സ്കിന്നിന് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴാണ് ഞാൻ പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ തുടങ്ങുന്നത്. ഡയറക്റ്റ് സിറംസ് ആയിരുന്നു യൂസ് ചെയ്യുക. അപ്പോൾ സിറംസിൽ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നയസിനമൈഡ് എനിക്ക് വർക്ക് ആവുന്ന ഒരു സിറമാണ്. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നയസിനമൈഡിൽ വേണ്ടത് 5% ആണ്. നയസിനമൈഡിനെക്കാളും ആക്ച്വലി കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് വിറ്റമിൻ സി. വിറ്റമിൻ സിനെക്കാളും എനിക്ക് വർക്ക് ആവുന്ന നയസിനമൈഡ്. എന്റെ സ്കിന്നിന് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ചെറിയ രീതിയിലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭയങ്കര റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നു, ഇവിടെ കുറച്ച് ഡാർക്ക് സ്പോട്സ് ഒക്കെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ ആൽഫ ബ്യൂട്ടിനും കോജിക് ആസിഡും ഒക്കെ പലത് മാറി പരീക്ഷിച്ചു നോൺ കോംബിനോജനിക്കുള്ള പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി. ഈവൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും ശരി, മേക്കപ്പ് പ്രൊഡക്ട്സ് ആണെങ്കിലും ശരി. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഒരുപാട് ലെയർ ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു 25+ മുതലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റെറ്റിനോൾസ് യൂസ് ചെയ്ത് തുടങ്ങാം. പിന്നെ എനിക്ക് കുറച്ചും കൂടി സ്കിൻ ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് ട്രാൻഎക്സാമിക് ആസിഡ്. ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി എന്റെ സ്കിന്ന് ഓരോ വർഷവും കൂടുതൽ ബെറ്റർ ആയി വരുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.